നമസ്കാരം. മോദിക്ക് ഗ്യാരണ്ടിയായ 400+ എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും മൂന്നാമതും മോദി തരംഗമുണ്ടാകും എന്ന മട്ടിൽ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലത്തെ കയ്യോടെ തള്ളിക്കളയുകയാണ് ഇന്ത്യ സഖ്യം നേതാക്കൾ. കൂറ്റൻ ഭൂരിപക്ഷത്തിൽ NDA വീണ്ടും അധികാരത്തിലേറുമെന്ന എക്സിറ്റ് പോളുകൾ തള്ളി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തന്നെ രംഗത്തു വന്നു. എക്സിറ്റ് പോളുകൾ മോദി പോളുകളാണെന്നും ഇന്ത്യ സഖ്യം 295 സീറ്റുകൾ വരെ നേടുമെന്നും രാഹുൽ ഉറപ്പിച്ചു പറഞ്ഞു. ഇത് എക്സിറ്റ് പോൾ അല്ല, ഒരു ഫാന്റസി പോളാണ്, മോദി പോളാണ്. നിങ്ങൾ സിദ്ധു മൂസാവാലയുടെ 295 എന്ന പാട്ട് കേട്ടിട്ടുണ്ടോ? അത്രയും സീറ്റുകളാണ് ഞങ്ങൾ ജയിക്കാൻ പോകുന്നത് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കമന്റ്. ജാമ്യ കാലാവധി പിന്നിട്ട് തിഹാറിലേക്ക് മടങ്ങിയ AAP നേതാവ് അരവിന്ദ് കെജ്രിവാളും എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളിക്കളഞ്ഞു. മോദി വീണ്ടും പ്രധാനമന്ത്രിയാവില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞ കെജ്രിവാൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ ആവില്ല, ജനങ്ങൾ ചെയ്ത വോട്ടിന്റെ ഫലമാവും ജൂൺ 4-ന് പുറത്തു വരിക എന്നും കൂട്ടിച്ചേർത്തു. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും എക്സിറ്റ് പോൾ ഫലങ്ങളെ പരിഹസിച്ച് രംഗത്തെത്തി. ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയതാണെന്ന് അദ്ദേഹം ആരോപിച്ചു. എക്സിറ്റ് പോളുകൾ ഉപയോഗിച്ച് ഷെയർ മാർക്കറ്റ് ലാഭം വർദ്ധിപ്പിക്കാനാണ് BJP അനുഭാവികൾ ആഗ്രഹിക്കുന്നത്. അവരുടെ മുഖത്തു നിന്നും സത്യം വായിച്ചെടുക്കാം എന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു. EVM മെഷീനുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നും പ്രവർത്തകരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. വോട്ടെണ്ണൽ പൂർത്തിയാകും വരെ ജാഗരൂകരായിരിക്കുക, വിജയിച്ചെന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിയതിനു ശേഷം മാത്രം ആഘോഷത്തിന് ഇറങ്ങുക എന്നും അദ്ദേഹം പറഞ്ഞു. തുടർച്ചയായി മൂന്നാം തവണയും BJPയുടെ നേതൃത്വത്തിൽ NDA അധികാര തുടർച്ച നേടുമെന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത്. 350 വരെ സീറ്റുകൾ വരെയാണ് പല സർവേകളും സാധ്യത പറയുന്നത്. നേരത്തെ തനിച്ച് 370 സീറ്റുകളും NDAക്ക് 400-ലധികം സീറ്റുകളും നേടാനാകുമെന്നായിരുന്നു BJPയുടെയും നരേന്ദ്രമോദിയുടെയും അവകാശവാദം. എന്നാൽ 400 സീറ്റ് എന്ന കൂറ്റൻ സംഖ്യ തൊടാൻ NDAക്ക് സാധിക്കില്ലെന്നാണ് സർവേകൾ പറയുന്നതെന്ന് ശ്രദ്ധേയമാണ്. അതേസമയം ദക്ഷിണേന്ത്യയിൽ NDAയുടെ പ്രവർത്തനങ്ങൾ ഇക്കുറി വിജയം കാണുമെന്ന സർവേ പ്രവചനങ്ങൾ BJPക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. BJP ബാലികേറ മലയായി കണക്കാക്കിയിരുന്ന കേരളത്തിലും തമിഴ്നാട്ടിലും ഇക്കുറി പാർട്ടി അക്കൗണ്ട് തുറക്കുമെന്നാണ് സർവേകൾ പ്രവചിക്കുന്നത്. ഓരോ സീറ്റ് വീതം നേടാനാകുമെന്നാണ് പ്രവചനം. എന്നാൽ അതേസമയം പല സംസ്ഥാനങ്ങളിലെയും ആകെ സീറ്റുകളേക്കാൾ BJP നേടുമെന്ന തരത്തിൽ വന്ന എക്സിറ്റ് പോൾ ഫലത്തെ ട്രോളി സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത് എക്സിറ്റ് പോളിന്റെ കൃത്യതയെ വെല്ലുവിളിക്കുന്നുണ്ട്. പരസ്പര വിരുദ്ധമായി സംസാരിക്കുമ്പോഴും BJPക്ക് വൻ നേട്ടമുണ്ടാകും എന്ന് ഒന്നടങ്കം സർവേകളും പ്രവചിച്ചതും സംശയം ബലപ്പെടുത്തുന്നുണ്ട്. എല്ലാം ഒരു തിരക്കഥയെയാണ് പിൻപറ്റുന്നത് എന്ന ചിന്തയാണ് സർവേ ഫലങ്ങളെ വിമർശനാത്മകമായി സമീപിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. മാധ്യമ സർവേയാണോ, ഇന്ത്യ സഖ്യം നേതാക്കൾ പ്രവചിക്കുന്ന ഫലമാണോ ജൂൺ 4-ന് പുറത്തു വരിക എന്ന് കാത്തിരുന്ന് കാണാം.